കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, മൂവാറ്റുപുഴ. പുരാവസ്തു മ്യൂസിയത്തെ വെല്ലുന്ന പുരാവസ്തു ശേഖരമൊരുക്കി മൂവാറ്റുപുഴ സ്വദേശിയായ ഉദിനാട്ട് സലീം. അമൂല്യ പുരാവസ്തുക്കളോട് തോന്നിയ ആകർഷണം മൂലം സലീം ശേഖരിച്ച വസ്തുക്കളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പുരാവസ്തുക്കളോടുള്ള ആകർഷണം ഇപ്പോഴും സലീമിനെ പുതിയ വസ്തുക്കൾ ശേഖരിക്കുന്നതിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പുരാവസ്തു മ്യൂസിയത്തെ വെല്ലുന്ന പുരാവസ്തു ശേഖരമൊരുക്കിയിരിക്കുകയാണ് മൂവാറ്റുപുഴ ഉദിനാട്ട് സലീം. വിദ്യാഭ്യാസ കാലത്ത് തുടങ്ങിയ പുരാവസ്തുക്കളോട് തോന്നിയ ആകർഷണമാണ് വലിയൊരു പുരാവസ്തു ശേഖരണത്തിലേക്ക് സലീമിനെ നയിച്ചത്. പുരാവസ്തുക്കൾക്ക് വേണ്ടിയുള്ള അന്വേഷണം സലീം ഇപ്പോഴും തുടരുകയാണ്. അമൂല്യ പുരാവസ്തുക്കളോട് തോന്നിയ ആകർഷണം തന്നെയാണ് ഈയൊരു മേഖലയിൽ സജീവമാകാൻ സലീമിന് പ്രചോദനമായത്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന പുരാവസ്തുക്കളാണ് സലീമിന്റെ ശേഖരത്തിലുള്ളത്. പുരാവസ്തു ശേഖരണം വിനോദമാക്കിയ സലീം വിദേശത്തും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെ ഫേസ്ബുക്ക് കൂട്ടായ്മകൾ എന്നിവ ഉപയോഗപ്പെടുത്തിയാണ് പുരാവസ്തുക്കൾ അധികവും ശേഖരിച്ചത്. വില കൊടുത്തും ഇത്തരത്തിൽ പുരാവസ്തുക്കൾ വാങ്ങിയിട്ടുണ്ട്. സലീമിന് സുഹൃത്തുക്കളും അഭ്യുദയകാംക്ഷികളും അമൂല്യമായ വസ്തുക്കൾ നൽകാറുണ്ട്. ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകളായ പുരാവസ്തുക്കളുടെ അമൂല്യ ശേഖരം തന്നെ നിലവിൽ സലീമിന്റെ കൈവശമുണ്ട്. പഴക്കമുള്ള നാണയങ്ങൾ, ഇന്ത്യയുടെ പുരാതന നാണയങ്ങൾ വരെ ശേഖരണത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നു. ഇതിനു പുറമെ ചോള, ഡൽഹി സുൽത്താനേറ്റ്, ഗുജറാത്ത്, തിരുവിതാംകൂർ മുതലായ എല്ലാ നാട്ടുരാജ്യങ്ങളിലെയും ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനിയുടെയും നാണയങ്ങളും സലീമിന്റെ പുരാവസ്തു ശേഖരത്തിലുണ്ട്. പോയ കാലത്തിലെ കാർഷിക സംസ്കൃതിയുടെ ശേഷിപ്പുകളായ കാർഷിക ഉപകരണങ്ങളടക്കം സലീമിന്റെ ശേഖരത്തിലുണ്ട്. ഞാൻ ഈ പുരാവസ്തുക്കൾ കുറേ കാലം മുമ്പ് ഇങ്ങനെ ശേഖരിച്ച് കൊണ്ട് നടന്നതാണ്. അപ്പോൾ വീട് മാറ്റം സംഭവിച്ചപ്പോൾ ഇത് നശിച്ചു പോരെന്ന് കരുതിയിട്ട് ഒരു കടയെടുത്തിട്ട് അതിനകത്ത് വെച്ചതാണ്. അപ്പോൾ ഇവിടെ എടുക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇലാഹിയ സ്കൂളുണ്ട്. അപ്പോൾ സ്കൂളിലെ കുട്ടികൾ ഒരുപാട് ഈ പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. പിന്നെ എക്സിബിഷൻ നടക്കുന്ന സമയത്ത് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി എക്സിബിഷനിൽ പ്രദർശിപ്പിക്കാം. അപ്പോൾ ആ ഉദ്ദേശത്തോടു കൂടിയാണ്. പിന്നെ പുരാവസ്തുക്കളുള്ള ആളുകൾ അത് കൊണ്ടു തരുകയും അത് കേടുവന്ന സാധനം നന്നാക്കി കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇതിനെ ക്രൈസുള്ള ആളുകൾക്ക് വാങ്ങിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ഇത് തുടങ്ങിയത്. കുഴപ്പമില്ല, ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ട്. MLA വന്നായിരുന്നു, ഒക്കെ കണ്ടിട്ട് പോയി. പല ആളുകളും വരുന്നുണ്ട്, ഒക്കെ സന്ദർശിച്ചിട്ട് പോയി. കുറേ സാധനങ്ങളും കൂടി വരാനുണ്ട്. ആ സാധനം ഒന്ന് ഷോപ്പൊന്ന് കറക്റ്റ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്. പഴക്കമുള്ള ഒരുപാട് സാധനങ്ങൾ, കിണ്ടി, കോളാമ്പി, നൂറ്റുകുടം, പഴയ തേപ്പൂട്ടി, പറ, ഖുർആൻ, ഒരു 234 വർഷം പഴക്കമുള്ള ഖുർആൻ, മെതിയടി, അതിൻ്റെ വടി, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. കോയിൻസ് ഉണ്ട്. ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ ജനങ്ങളെ പ്രദർശിപ്പിക്കുക, അതാണ് നമ്മുടെ ഉദ്ദേശം. പുത്തൻ തലമുറയ്ക്ക് അന്യമായ കലപ്പ, നുകം, മേഞ്ഞൽ, പറ എന്നീ വസ്തുക്കൾ നിധി പോലെയാണ് സലീം കാത്തു സൂക്ഷിക്കുന്നത്. ചുമരുകളിൽ നിറയെ പഴയകാലത്തെ ഘടികാരങ്ങൾ, അലമാരകളുടെ തട്ടുകളിൽ പ്രൗഢഗംഭീരമായ ശില്പങ്ങൾ, പഴയകാല കുപ്പികൾ, ഭരണികൾ എന്നിവയും ശേഖരിച്ചിരിക്കുന്നു. വിവിധ തരം കത്തികൾ, പിച്ചാത്തുകൾ, വാളുകൾ, കുന്തങ്ങൾ, ഗോത്രവർഗക്കാരുടെ ആയുധങ്ങൾ, വിവിധ നാടുകളിലെ സ്റ്റാമ്പുകൾ, നാണയങ്ങൾ, ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ, ആദ്യകാലത്തെ ടൈപ്പ് റൈറ്റിംഗ് മെഷീനുകൾ, വ്യത്യസ്തങ്ങളായ ഗ്രാമഫോണുകൾ എന്നിവയും പുരാവസ്തു ശേഖരത്തെ മികവുറ്റതാക്കുന്നു. പഴയ ക്യാമറ, വാച്ചുകൾ, അരഞ്ഞാണം, കോളാമ്പി, നാണയങ്ങൾ, മൺപാത്രങ്ങൾ, മരപ്പെട്ടികൾ, കിണ്ടി, നാരായം, പറ, പഴയ റേഡിയോ, മുള കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങൾ തുടങ്ങി നിരവധി പുരാവസ്തുക്കളും ഇവയുടെ ശേഖരത്തിലുണ്ട്. ഗൾഫ് ജീവിതത്തിനിടയിൽ ലഭിച്ച 234 വർഷം പഴക്കമുള്ള ഖുർആൻ, ഏറ്റവും ചെറിയ ഖുർആൻ എന്നിവയും സലീമിന്റെ ശേഖരത്തിന്റെ ഭാഗമാണ്. നേരത്തെ വീട്ടിലായിരുന്നു ഇവ സൂക്ഷിച്ചതെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ എണ്ണം വർദ്ധിച്ചതോടെ മൂവാറ്റുപുഴ EEC മാർക്കറ്റ് റോഡിൽ സലഫി മസ്ജിദിന് സമീപം ഓൾഡ് സൂക്ക് എന്ന സ്ഥാപനത്തിൽ പ്രത്യേകം തയ്യാറാക്കി അതിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സജീവമായ സലീം കടയിലെത്തുന്ന വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക് ഇതിന്റെ പ്രവർത്തനങ്ങൾ കാണുന്നതിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കാഴ്ചക്കാരെ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് കൊണ്ടുപോകുന്നവയാണ് സലീമിന്റെ ഈ അമൂല്യ വസ്തുക്കൾ. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.